നമസ്കാരം. ഇന്നലെ അതായത് 24-ാം തീയതിയിലെ മാതൃഭൂമി പത്രത്തിൽ കാസർഗോഡ് കടലോര മേഖലയെ അതിനെക്കുറിച്ചിട്ടുള്ള ജനപ്രതിനിധികളുടെ പ്രതികരണം വായിക്കാനിടയുണ്ടായി. ആ പ്രതികരണം കണ്ടപ്പോൾ വളരെ തമാശയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാസർഗോഡ് ജില്ലയിലെ കടലോര മേഖല ഏകദേശം 80 കിലോമീറ്ററോളം വരുന്ന കടലോര മേഖലയിലെ ജനങ്ങൾ ദുരിതമനുഭവിക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് വർഷങ്ങളായി. എന്നാൽ ഇതുവരെ മാറി മാറി ഭരിച്ച ജനപ്രതിനിധികൾ, സംസ്ഥാന ഭരണകൂടം ഒന്നും തന്നെ ആ പാവപ്പെട്ട കടലിന്റെ മക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇന്നലെ വന്ന അവരുടെ പ്രതികരണം പരസ്പരം പഴിചാരുകയാണ്. CH കുഞ്ഞമ്പു MLA കേന്ദ്ര ഗവൺമെന്റിനെ പഴിചാരുന്നു, AKM അഷ്റഫ് സംസ്ഥാന സർക്കാരിനെ പഴിചാരുന്നു, രാജ്മോഹൻ ഉണ്ണിത്താൻ ഞാൻ ശൂന്യവേളയിൽ വിഷയം പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് പറയുന്നു. എത്ര വർഷക്കാലമായി ഇവിടെ മഴ പെയ്യാനും അതുപോലെ തന്നെ കടലാക്രമണവും തുടങ്ങിയിട്ട്? ഇത്രയും നാളായിട്ട് ജനപ്രതിനിധികൾക്കും നമ്മുടെ പാർലമെന്റ് MP-ക്കും ഈ ഒരു പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുവാൻ വേണ്ടി സാധിച്ചിട്ടില്ല. നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റം പറയരുത്. ശാസ്ത്രീയമായിട്ടുള്ള പഠനം നടത്തി അനുയോജ്യമായിട്ടുള്ള രീതികൾ ഉപയോഗിച്ചുകൊണ്ട് കാസർഗോഡിന്റെ കടലോര മേഖലയെ സംരക്ഷിക്കാൻ വേണ്ടി സാധിക്കും. ഇതിന് കൃത്യമായിട്ടുള്ള DPR പഠനം നടത്തി കൃത്യമായിട്ടുള്ള DPR തയ്യാറാക്കുകയും കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു പദ്ധതി കേന്ദ്ര സർക്കാർ അനുവദിച്ചു തരും. അതിനുവേണ്ടി ഭാരതീയ ജനതാ പാർട്ടി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയും മുൻനിരയിൽ ഉണ്ടാകും. ഫണ്ട് അനുവദിച്ചു കഴിഞ്ഞാൽ ജനപ്രതിനിധികളോടൊരു അപേക്ഷയുണ്ട്. ആ ഫണ്ട് കടലോര മേഖലയിലേക്ക് തന്നെ വിനിയോഗിക്കണം. സംസ്ഥാന സർക്കാർ സ്ഥിരം ചെയ്യുന്നത് പോലെ ദയവ് ചെയ്ത് വകമാറ്റി ചെലവഴിക്കരുത്. ഇതൊരു അഭ്യർത്ഥനയാണ്. കടലോര മേഖലയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് കൈകോർക്കാം. നന്ദി, നമസ്കാരം.